എല്ലാവർക്കും നമ്മുടെ സ്വാഗതം. അപ്പം ഞങ്ങളിതേ പോവാണ് കേട്ടോ. ആദ്യനെ കൊണ്ടിടാൻ പോവാണ്. അടിമാലി വരെ കഴിഞ്ഞ ദിവസം അടിമാലിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാണ്. ഞാൻ അടിമാലി തന്നെ കൊണ്ടിടാൻ പോവാണ്. ഇത് ഏലിക്കുട്ടിയമ്മയുണ്ട്, അപ്പുറം മിനിച്ചേച്ചി ഇപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു തന്നെ, വേറെ ഒന്നുമില്ല. നമുക്ക് 10:20 ബസ്. നമ്മൾ ഇന്ന് ഇത്ര ലേറ്റായി എന്നും പറയുന്നതല്ല, നമ്മൾ 9:20 ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അവൻ ഛർദ്ദിക്കുന്നത് കൊണ്ട് അവനെ പോയി ഗുളിക മേടിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് 10:20 ബസ്സിന് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം. അപ്പോൾ ഏലിക്കുട്ടിയമ്മ ഇരിപ്പുണ്ട്, നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്തായാലും സമയമുണ്ട്. നിങ്ങളുടെ കൈകളിലൊക്കെ കൈക്ക് നല്ല വേദനയുണ്ട് കേട്ടോ. ഇനി ആശുപത്രിയിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഞാനും പോവേ ഇവരുടെ കൂടെ. എങ്ങോട്ട്? അരൂര് പോവണോ നീ? ഞാൻ പോവാ. പിന്നെ ചുമ്മാ പറഞ്ഞതാ. ശരി എന്നാ പോയിട്ട് വരാം. പോവാം. കൊടുത്തിട്ട് വാ ഫോൺ. കൊടുക്കടാ. പോവാം സമയമില്ല. പോകാം. മേൽക്കുട്ടിയമ്മക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോരെ. പോകാം. ഇതാരെടുക്കും? അവൻ്റെ ഒരു കൂടും. പോ വിട്, അത് വിട്. അവൻ്റെ അമ്മയാന്ന് ഈ വിഷോപ്പറൊക്കെ എടുത്തോണ്ട് പറക്കൊണ്ട് വരുന്നത്. അപ്പോൾ ആദിനാഥിൻ്റെ സുന്ദരനായിട്ട് ഇറങ്ങിയിട്ട് അടിപൊളി ഷർട്ടാട്ടോ. എങ്ങോ നിക്ക്. അടിപൊളി ഷർട്ടും അടിപൊളി പാൻറ്റും ഷൂവും. എൻ്റെ പൊന്നെ. ആദ്യം ശശാൻ്റെ അടുത്തുനിന്ന് സെൻട്രൽ ഫ്രഷ് മേടിക്കാൻ പോയിട്ട്. ശശേട്ടാ ഒച്ചയ്ക്ക് വിളിയടാ. വരും, ഇപ്പം വരും. ഇതല്ലേ അങ്ങനെ ഞങ്ങളിത് സിറ്റിയിൽ വന്നത്. ആദ്യം മിഠായി വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കട്ടോ. സെൻട്രൽ ഫ്രഷ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ബസ് വരും. 10:20 കേട്ടോ. അപ്പോൾ എന്തായാലും 10:20 ബസ്. എന്തുവാ ഈ നല്ല വെയിലായി തുടങ്ങി കേട്ടോ. എന്തായാലും ചേട്ടന്മാരൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കാം. അയ്യോ ബസ് വന്നില്ല. കയറാം. അതിന് പോവാ. ഞങ്ങൾ ജീപ്പിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. അതിക്ക് സങ്കടം ഉണ്ടോ പോകുന്നതിന്? ഭയങ്കര സങ്കടമാണോ? അത് ഭയങ്കര സങ്കടമായിട്ടോ. പോകണം, ചെന്ന് പഠിച്ചിട്ട് വേണം അടുത്ത മാസം സ്കൂൾ അടയ്ക്കുമ്പോൾ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ കേട്ടോ. ആദിക്ക് പോയി. ആദ്യക്കുട്ടൻ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊന്മുടി ഡാം വഴിയാണ് പോകുന്നത്. എനിക്ക് വണ്ടി പൊന്മുടി കൂടെ പോകുന്നതെന്ന് അറിയേയില്ലായിരുന്നു കേട്ടോ. അറിയുമായിരുന്നെങ്കിൽ ഞാൻ അപ്പുറ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കൊക്കയൊക്കെ കാണിച്ചു തന്നാൽ. ഞാൻ എപ്പോഴും വീഡിയോ പറയുന്നതാണ് അപ്പുറ സൈഡിൽ ഇരിക്കാൻ, ഈ അപ്പുറ സൈഡിൽ ഇരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഈ സൈഡിൽ വെയിലായതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം അപ്പുറ സൈഡിലായിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം ചോദിച്ചു ഇത് ഇടുക്കി ഡാമാണോന്ന്. ഞാൻ പറഞ്ഞു അത് ഇടുക്കി ഡാമല്ല, നമ്മുടെ പൊന്മുടി ഡാമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത തവണ നമുക്ക് എന്തായാലും അപ്പുറ സൈഡ് ഇരിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. പിന്നെ സീറ്റുകളൊക്കെ കിടപ്പുണ്ട്, പക്ഷേ എല്ലാ സീറ്റിലും ഓരോരുത്തർ വെച്ചെങ്കിലും ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആണ് അപ്പുറം ഇരിക്കാഞ്ഞത്. പിന്നെ ഈ വണ്ടി പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്, വേറൊന്നുമല്ല. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്.
വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദ്യക്കുട്ടൻ നല്ല ഉറക്കമായിട്ടോ. പിന്നെ ഇറങ്ങാറായപ്പോഴത്തേക്കും അവൻ്റെ ഉറക്കം തെളിയിച്ചെടുക്കാൻ പെട്ട പാടൊന്നും വേറെ തന്നെയായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് അവർ എക്കോ എടുക്കാൻ വേണ്ടി പോയി കൊച്ചിന്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വരട്ടെ കേട്ടോ. ആദ്യം ഞങ്ങൾ മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിൽ വരെ പോകാൻ കേട്ടോ. മോർണിംഗ് സ്റ്റാറില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് വരട്ടെ. പോട്ടെ, അവിടെ കൊച്ചിന് എക്കോ എടുക്കാൻ വേണ്ടി പോയിരുന്നു. വിശദാംശങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് അവരെ കപ്പി നടക്കും കേട്ടോ. അവരെവിടെയാണെന്ന് അറിയില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും വേഗം ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. കിടക്കും എന്തെങ്കിലും. അപ്പോൾ അപ്പുറേ ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോറിലാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ പോയി നോക്കാം. കാർഡിയൊക്കെ എമർജൻസി എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അപ്പം കാർഡിയോളജിയുടെ ആണല്ലോ എക്കോയൊക്കെ. അപ്പോൾ അവിടെ പോയി നോക്കാം. അടിപൊളി സ്ഥലം, നല്ല വ്യൂ ആണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ രസമാണ്. ഇവിടെ പള്ളിയൊക്കെ, ഇവിടുന്ന് പള്ളിയൊക്കെ കാണാൻ പറ്റും. ഓ താഴെ വീഴും. ഇവിടെ മോർച്ചറിയൊക്കെയാണ്. താഴെയാ. ഇവിടെ ഇങ്ങോട്ട് ഇരിക്കുന്നു. താഴെ പൊട്ടു കിട്ടുന്നേ. ചേട്ടാ ഞാൻ പോട്ടെ എന്നാണ് വൈകും. ഭാവിയുടെ ഇരിപ്പുണ്ട്. ഓക്കെ, ടാറ്റാ. നാളെ ക്ലാസ്സിൽ പോണല്ലേ. ശരി ഓക്കെ പോട്ടേട്ടാ. പോവാണേ. ചേട്ടാങ്ങളുടെ എക്കോ എടുക്കാനായിട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കാനായിട്ടോ. അപ്പം ഗെയിം കളിക്കാൻ പോകണം കുഞ്ഞുകുട്ടി അല്ലേ? ഓ എന്ത് മീനാ നോക്കി. വാ വാ. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. പോരുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തൊന്നുമില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ കൊച്ചിന് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തില്ല. അപ്പോൾ കൊച്ചിനെ കൊണ്ട് അവർ മോർണിംഗ് സ്റ്റാറിൽ ഹോസ്പിറ്റലിൽ ആണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യും. അവിടേക്കാണ് റെഫർ ചെയ്ത് വിട്ടേക്കുന്നത്. ഇന്ന് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നോക്കിയിട്ട് വിടുമെന്ന്. പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പനിയൊക്കെ ഉണ്ടായത്. പിന്നെ എക്കോയൊക്കെ എടുത്തു. എക്കോ ഒന്നും കുഴപ്പമില്ല, നോർമലാണ്. വേറെ ഒരു കുഴപ്പമില്ല. കൊച്ചിന് എല്ലാ ടെസ്റ്റൊക്കെ ചെയ്തൊക്കെ നോർമലാണ്. പിന്നെ ഇങ്ങനെ പനി നിൽക്കുന്ന എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ കോട്ടയത്തല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇന്നലെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും കൊച്ചിന് പെട്ടെന്ന് പനിയായത്. അപ്പോൾ എന്തായാലും താലൂക്കിൽ അതിനുള്ള മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് അവർ നമ്മുടെ മോർണിംഗ് സ്റ്റാറിലേക്ക് റെഫർ ചെയ്ത് വിട്ടു. അങ്ങനെ അവർ എല്ലാവരും അവിടെയാണ്. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് ഇങ്ങനെ കൈക്ക് വേദന ഭയങ്കര കൂടുതലാണ്. 2-3 ദിവസമൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മേനെയും തന്നെ ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ലിതിമോളും പോയി, ആദ്യക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ വാവയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. വാവ ഓക്കെ, ആൾ ഓക്കെ ആണ്. പിന്നെ പനിയുടെ അതങ്ങ് വേഗം കുറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വേറെ വിശേഷം കാര്യങ്ങളൊന്നുമില്ല അല്ലേ? അതെ, വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ അടുത്ത ആഴ്ച ചാച്ചൻ്റെ പ്രാർത്ഥനയുണ്ട്. അന്നിപ്പോൾ ഇനിയിപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ കുറച്ചായിട്ട് നമുക്ക് ആശുപത്രി കേസുകളും കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. അത് ഞാൻ എടുത്തൊന്നും പറയുന്നില്ല. എങ്കിലും എല്ലാത്തിനും നല്ല മാറ്റങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മകളൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ? അതെ. പിന്നെ വേറെ എന്താ വിശേഷം? വേറെ വിശേഷമൊന്നുമില്ല. ആദ്യം പോയതുകൊണ്ടൊരു സങ്കടമാണ് കേട്ടോ. ഞങ്ങൾ അങ്ങ് തന്നെയായി. അത് തനിച്ചായി. ദിവസം വീട്ടിൽ പോയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കൊച്ചുണ്ടായിരുന്നു. രണ്ടുപേരും തന്നെയായി. ഞങ്ങൾ തന്നെ അടുത്ത ആഴ്ച മാർച്ചിൽ ഞാൻ ജോലിക്ക് കയറും. പിന്നെ ഏലിക്കുട്ടിയമ്മ തനിച്ചല്ല, അമ്മയുടെ വീട്ടിൽ പോകും ചിലപ്പോൾ. അല്ലെങ്കിൽ അമ്മേനെയും കൂടെ ഒരു 2 മാസം അടക്കം കഴിഞ്ഞ് എറണാകുളത്തിന് കൊണ്ടുപോകാനാണ് എൻ്റെ ഒരു പ്ലാന്. ഒന്ന് ശരിയായിട്ട് ശേഷം. ഇപ്പോൾ തൽക്കാലം എനിക്ക് വേറെ വീടെടുക്കാനോ അല്ലെങ്കിൽ അതിനൊന്നുള്ള
സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ നോക്കാമെന്ന് വിചാരിച്ചു. അല്ല കുറച്ച് നാളത്തേക്ക് എന്തെങ്കിലും ലിതിമോളുടെ അടുത്ത് നിന്ന് പോകാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ട് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന കാര്യത്തിന് വെച്ചേക്കുന്ന പൈസ ചിലപ്പോൾ എങ്കിൽ വേറെ രീതിയിൽ പോകും അല്ലേ. അതല്ല മനുഷ്യൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാം സെറ്റാക്കി വരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അമ്മയുടെ കൈ ഒന്നുകൂടെ കാണിക്കണം കൊണ്ടുപോയി. അപ്പോൾ അടുത്ത ആഴ്ച കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ കാണിക്കാനുള്ള കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ ക്യാഷ് ഒന്ന് വരട്ടെ എന്ന് വിചാരിച്ച് അടുത്ത ആഴ്ച കാണിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നും കൂടെ ചെയ്യ്, കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളു കേട്ടോ. ഹായ് അല്ലേ, ഇടത് കഴിക്കുന്നു. പക്ഷെ ഇത് എക്സസൈസ് ചെയ്യണം. കാരണം വേദന മാറി വരണമെങ്കിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. പിന്നെ അനക്കുമ്പോൾ ചെറിയ വേദനയൊക്കെ ഉണ്ട്, എന്തായാലും കാണിക്കണം. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റ് ആവട്ടെ. അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഓക്കെ, ശരി, ബൈ. ബൈ.